ഞാൻ അപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോ കണ്ട കാഴ്ചയാണ് കാണണേ. ഇത് ഫുള്ള് മ്യൂട്ടന്റ് ആണോ? മലരെ നിന്നെ കാണാതിരുന്ന ഇത് നോക്കിയ നല്ല ഈസി സംഭവമാണ് കേട്ടോ. മൈക്കിൾ ജാക്സന്റെ ത്രില്ലർ പ്രാക്ടീസ് ചെയ്തിട്ട് വരിക. ഓ മിസ്റ്റർ ലോൺലി. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനാണ് ഇവിടെ അധികാരി, എല്ലാവർക്കും മേലാതി. ശരിയും തെറ്റും കണ്ടറിയും, ശരിയല്ലെങ്കിൽ കൊണ്ടറിയും. ചക്കിന് വെച്ചത് മുക്കിന് വക്കിന് ഉണ്ടാടിട്ടാടി. ബാഹു തച്ച, ബാഹു തച്ച. നീ ഓക്കെ ആണാ? മുട്ടുവേന മാറിയ നിന്റെ? തൂറ്റും ആ തൂറ്റ. Okay, so she is clear, very much clear. 24 hours of small diarrhea. I don't know why. ചിലപ്പോൾ ഇനിയിപ്പോൾ ഇവളുടെ പല്ല് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അതിൻ്റെ ആണോ എന്ന് അറിയില്ല. ബട്ട് ഇറ്റ്സ് ഡൺ ആൻഡ് ഡസ്റ്റഡ്. ഇന്നലെ രാത്രി ഉറക്കിയിട്ടില്ല. ഇവള് രാത്രി ഉറക്കില്ല, ഇവള് പകൽ ഉറക്കില്ല. ഓ ഏ ഏ കിലരി അച്ചു, എന്നെ കൊണ്ട് ഇവിടെ ചില്ലറ ബുദ്ധിമുട്ടൊന്നല്ല കേട്ടാ. എൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഒരു ഉടുപ്പും പാകാവില്ല, കയ്യും നീരില്ല, കുണ്ടിക്കും ഉറപ്പില്ല. എല്ലാ മണ്ണും പഴുതാരയും ഒച്ചും പന്നിക്കുട്ടിയാണേ. സ്നെയില് എല്ലാത്തിനും തിന്നും. ആ സ്നെയിലിൻ്റെ തീറ്റക്കാരി ഇവളാ. ഇത് നിറച്ച് പുഴു പഴുതാര തിന്നില്ല. എല്ലാത്തിനെയും വായിലിട്ടൊന്ന് ഉരുട്ടി നക്കിയിട്ട് വിടും. തന്തേര സ്വഭാവം എല്ലാം ടേസ്റ്റ് ചെയ്യും. മര്യാദയ്ക്ക് നിങ്ങൾ ഞാണ്ടല്ല ഇന്ന് മര്യാദയ്ക്ക് സ്കൂളിൽ വെക്കണം. ഏത് നിങ്ങളെ നോക്കിയിരിക്കാൻ കൂടെ പറ്റില്ല കേട്ടോടാ. എന്തത്? ഓ കൈ പിടിച്ചത് എൻ്റെ കൈ ഇവിടുന്ന് മാറ്റിക്കുക. ആടുണ്ട്, പന്നിയുണ്ട്, എല്ലാ ജീവിവർഗം ഉണ്ട് ഉള്ളില്. ഇനി ഇത് ഇവള് മ്യൂട്ടൻ്റ് ആണോടി? ഞാൻ തിന്ന എല്ലാത്തിൻ്റെ കൂടെ മ്യൂട്ടൻ്റായി. അങ്ങനെയാണ് അവിടെ ഹോഴ്സിനൊക്കെ തിന്നിട്ട് കേട്ടോ. അതൊക്കെ വന്നോട്ടെ. പന്നി അടിപൊളിയാ, നല്ല സ്നിഫിങ് പവർ കിട്ടും. ദ ബെസ്റ്റ് സ്നിഫർ. ഓക്കെ, ഞാൻ നേരത്തെ എഴുന്നിട്ട് നിങ്ങൾ തന്നെ എല്ലാവരും നേരത്തെ എഴുന്നിപ്പിച്ചിട്ടില്ല. അവിടെ വേഗം റെഡി ആയിക്കോ. പോവാ, കമോ ലെറ്റ്സ് ഗോ. ഇവിടെ മുട്ട പൊരിച്ചിട്ട് ഇത് ശരിയാക്കണ സമയത്ത് ഞാൻ ഈ ഡോറൊന്നും കൂടെ തുറന്നിട്ട് അടയ്ക്കാൻ മറന്നതാണ്. ഞാൻ ഇപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് കാണണേ. രണ്ടാള് അത് ചവിട്ടി പൊട്ടിച്ച് കഴിഞ്ഞാല് $1700 ഞാൻ മേടിക്കൂട്ടാ. എച്ചമ്മു എല്ലാം എടുത്ത് വായനിട്ടിട്ട് ഇവിടെ മെഴുകി കഴിഞ്ഞാണല്ലോ എൻ്റെ. ഏയ് വാട്ട് യു ഫോളോ അപ്പ് ടു? ആ എച്ചമ്മു അല്ല, ഇത് എറുമയാണ് സ്പൂൺ എടുത്ത് തിരിക്കണത്. ആ നീയാ അത്. പ്രാക്ടീസ് ചെയ്ത് നോക്കിയതല്ലേ, അന്നേരമാണ് അത് കേടായത്. ഞാൻ അപ്പൊ ഫിക്സ് ചെയ്തുള്ളത്. നീയാണ് അപ്പം അതിൻ്റെ കാരണക്കാരി ചവിട്ടി പൊട്ടിച്ചത്. അതിൻ്റെ ബാക്കിൽ ഈ നോട്ട് ഹാപ്പൻസ് ദർ ഇസ് എ ടാപ്പ്. അതിൻ്റെ പിന്നിൽ ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ പൈപ്പ് ഇത് ചവിട്ടുമ്പോൾ അത് അവിടെ നിന്ന് പൊട്ടും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് ഈ മെഷീൻ കേടായത്. മണ്ണങ്ങുണാപ്പിയെ അതിൻ്റെ പൈപ്പ് ഫിക്സ് ചെയ്യാൻ ഞാൻ $400 ചിലവാക്കിയേ. നീ ചവിട്ടിയെന്നാണ് അല്ലേ? മൈ വണ്ടിട്ടിലേക്ക് നീ മുട്ട വെച്ച വേഗം. ഇന്നലെയാണോ? അത് കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ മിടുക്കത്തിയോള്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ പഴയ വല്ല വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ഡ്രയറോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടാ. കുട്ടികൾ ഇരുന്ന് കളിച്ചോളൂ. ഇത് കഴിയുമ്പോൾ കുളിപ്പിക്കാനും എളുപ്പമുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കുളിപ്പിച്ചിട്ട് കിട്ടും. അല്ലേ വിങ്ങ? യശുമായി എന്തപ്പ സൂപ്പർ കളി. വല്യമ്മേട്ടാണ് ഇവിടെ സഹിക്കാൻ പറ്റാത്തത് അല്ലേ? ഏതാ? നീയാണോ വല്യമ്മേടോ? ഓക്കെ, എന്നാ മുട്ട കഴിച്ചോളാം. പോവാ. ഇന്ന് എൻ്റെ ക്യാമറയുടെ സ്റ്റാൻഡ് പോയത് പണിയായി. ഗുഡ് ഗേൾ. പാക്കി പാക്കി ഏറാ. ഈ പാക്കി പാക്കി എന്ന് പറയാനായിട്ട് ഇവിടെ ആൾക്കാരെ നിർത്തണ. ഞാനൊരു റെക്കോർഡ് ചെയ്തിട്ട് ഇവിടെ വയ്ക്കാം. പാക്കി പാക്കി എന്ന് പറയാം. ചമ്മ ചെയ്ത കറക്റ്റ് മരുന്ന് മാത്രം എടുത്ത് തുപ്പുക. അങ്ങനെ ഒരു കഴിവുണ്ട് ഉൾക്ക്. അത് ഞാൻ മുട്ടയിൽ മിക്സ് ചെയ്തിട്ട് വരെ ആ മുട്ടയിൽ മിക്സ് ചെയ്ത മരുന്ന് തുപ്പിട്ടാ. അതിന് കറക്റ്റ് അറിയാം. 7 ഡിഗ്രി ആട്ടാ ഇവിടുത്തെ ടെമ്പറേച്ചർ. ആൻഡ് 7 ഡിഗ്രി. ഈ ടഫുള്ള സാധനമല്ലോ. പിള്ളേർ തീരെ ജാക്കറ്റിട്ടില്ല. അപ്പോഴാണ് നിന്റെ I mean, they actually new to this world. They can do everything possible. Their body is functioning well, warm, good. എന്താണ്?
അവര് സിക്കാവും. അവര് അതിന്ന് നീ കണ്ടിട്ടില്ലേ സ്കോട്ട്ലാൻഡിലെ ഏത് രാജ്യത്തെ ആൾക്കാരുടെ കുട്ടികൾ തന്നെ ഏറ്റവും ചെറുപ്പത്തില് പുറത്ത് സ്നോ പോയി, അതായത് അച്ഛനും അമ്മയൊക്കെ കഫേയിൽ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾ തന്നെ മറ്റേ ഉന്തുവണ്ടിയുടെ ഉള്ളില് പുറത്ത് കൊണ്ട് വെച്ചിട്ടുള്ളത്. എന്നിട്ട് എന്ത് ലെയർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അവരെന്നെ പുറത്തെ കൊണ്ടിരുത്തിയിട്ടിലേക്ക് കണ്ടു കാണാൻ കേട്ടാ, വെയിലടിച്ചിട്ട് കാണില്ലേ. ഇപ്പൊ നമ്മള് കാട്ടിലെ പണ്ട് താമസിച്ചിരുന്ന വെച്ചെങ്കിലോ, നമ്മള് വെസ്റ്റേൺ യൂറോപ്യൻ സൈഡിലുള്ള ഒരു കാട്ടിലായിരുന്നു വെച്ചെങ്കിൽ സ്നോ. ഞാൻ ദ്രാവിഡനായിരുന്നു, ഞാൻ സൗത്ത് ഇന്ത്യയിൽ ചൂട്ടത്ത് ജനിച്ചതാ. എന്നിട്ട് എന്നെ 25ാമത്തെ വയസ്സിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ഫുള്ള് തണുപ്പത്ത് ഞാൻ ഷോർട്സ് ഇട്ട് നടക്കണേ. തന്നെ എന്തായി എന്റെ ഉണ്ണിമണി അവിടെ കാണാല്ലേ ഇപ്പോ. Don't worry, in New Zealand we talk everything like that, just like that. Just communicate. See, Amma talk best English, best French, best German, best Tamil, but no use. Somebody come right in front of her, she will be like, Mone, Mone, Mone. Ava Mone in the English li parayu. You come do that. Ada angane illa paraya. You please come and do that. No, then why can't you talk then? Bloody shit. This is what it is. തെറ്റി പറയും കുറച്ചേരാ എവിടെയെങ്കിലും. എന്നാ ഒന്ന് പോവാവോ ഒന്ന്? എന്നാ മിസ് ശരിയാക്കണോ? ഓക്കെ. എനിക്ക് ഡാഡോട് ചോദിക്കേണ്ട കാര്യമില്ല. നിനക്ക് നീ ഏത് നേരം ഇത് പിടിച്ച് പ്രിങ്ങുന്റെ ഏറ്റവും ഫേവറേറ്റ് ഭാഗമാണിത്. അത് പൊളിയാറായി, അത് പൊളിച്ച. ഗുഡ് നൈറ്റ്. Tata Ira. Oh. Tata. Niari. Tata. Raju Andia. Bye bye. Tata. Oh, pingu നോക്കിയിരിക്കാൻ എന്നോട് പറയുന്നില്ലേന്ന്. ഞാൻ ഇവിടെ പുറത്തി പോളാ. ഓക്കേ പോട്ടെ. ഓക്കേ ബൈ. Yeah, cold. ഗോൾഡൻ നിന്റെ മേലെ ആകെ പോക പോണേ. യു ആർ വെരി ഹോട്ട്. സംശയാസ്പദമായ ഗോൾഡൻ, സംശയാസ്പദമായ സാഹചര്യത്തിൽ ഈ പുള്ളി നീ എന്നും ഒരേ സമയത്ത് അങ്ങോട്ട് പോണേ. ഭയങ്കര പുക, കുറച്ച് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് പോണ പുകയുണ്ട് കേട്ടോ. അതാ കണ്ട. Amma may be early bird. Let me see Amma. ഓ, അവിടെ നിന്ന് എന്തൊക്കെ ഡിറ്റേറ്റ് ചെയ്തിട്ടാ പോണ്. ചെല്ലങ്ങട്. നമുക്ക് 8 സൂമിലിട്ടിട്ടേക്കാം. ഈ സ്റ്റിക്ക് നിങ്ങൾക്ക് കൂടെ കാണാണ്ടാ, ഞാൻ ഇപ്പോൾ കട്ടിയിട്ടാ. ഇന്നലെ നമ്മുടെ ഈ ക്യാമറ സെൽഫി എടുക്കണ എന്തോരം വീഡിയോ എടുത്ത് സെൽഫി ഹിറ്റായ സെൽഫി വേടിയെന്നറിയത്. ഇതിൻ്റെ ഈ സാധനം എന്തൊക്കെ ആഡായി. ഞാനിപ്പോൾ കടയിൽ കൊണ്ടുപോയിട്ടേ ഇത് മാറ്റി മേടിച്ചു. വാറണ്ടി ഉണ്ടായിരുന്നു, അപ്പോൾ ഇത് മാറ്റി കിട്ടി. ഇതൊരു വലിയൊരു ലൈഫ് സേവറായിരുന്നു. ഇന്നലെ അത് കാരണം ഗോൾഡെ കൊണ്ട് വീഡിയോ എടുപ്പിക്കലും നടത്തവും വള്ളിയായിരുന്നു കേട്ടോ. ഭയങ്കര വലിയ ലൈഫ് സേവറാണ് ഈ സാധനം. ഓക്കെ, ഇതിൻ്റെ പരസ്യമൊന്നുമല്ല, ഇതുപോലത്തെ പല ഐറ്റംസും ഉണ്ട്. കുഴപ്പമില്ല, ഇതൊരു ക്വിക്കായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റിക്കാണിത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനേ ഇപ്പോൾ ഈ ബാക്കപ്പിനായിട്ട് ഞാൻ ഒരു സുന ഇങ്ങനത്തെ ഒരെണ്ണം മേടിച്ചു. ഇനിയിപ്പോൾ ഇൻ കേസ് ഇത് ഇനി വീണ്ടും കേടാവുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഓസ്മോൻ്റെ ക്യാമറ കണക്ട് ചെയ്യണ ഈ കുണ്ടാവണ്ടിയുടെ മുകളിലേക്ക് പിടിപ്പിക്കാനായിട്ടാണ് ഈ സോനോ. പിന്നെ ഓസ്മോയും വലിയ കുഴപ്പമില്ലാണ്ട് നമ്മുടെ ഹണ്ടിങ് എപ്പിസോഡുകളെല്ലാം സെറ്റാക്കിയിട്ട് ചെയ്യാൻ പറ്റി ഓസ്മോ വെച്ചിട്ട്. എനിക്കിതിൻ്റെ വീഡിയോ ക്വാളിറ്റി ഓക്കെ എന്നേ ഉള്ളൂ, ഞാൻ ഭയങ്കര ഹാപ്പി അല്ല. പിന്നെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞെത്തി. ഇന്ന് വൈകുന്നേരത്തേക്ക് ഡിന്നറിന് ഞാൻ കുറച്ച് ബീഫ് ഒരു ഏഷ്യൻ സ്റ്റൈൽ സ്റ്റ്യൂ ആക്കാമെന്ന് വിചാരിച്ചു. അതിന് കുറച്ച് നല്ല സൂപ്പർ സ്പ്രിംഗ് അണിയൻ മേടിച്ചിട്ടുണ്ട്. ഗോൾഡ് കൊണ്ടുവന്ന അല്ലെങ്കിൽ മേടിച്ച് തന്ന നമ്മുടെ ഈ സ്ലോ കുക്കറില്ലേ, അല്ലെങ്കിൽ കാസറോളിൻ്റെ ഉള്ളിൽ വെച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഗോൾഡ് എന്തോ സ്പെഷ്യൽ ഡെസേർട്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്ലൂട്ടേനിയസ് റൈസ് മേടിച്ചിട്ടുണ്ട്. ഇത് പശ കൂടുതലുള്ളതാണ്, നമ്മുടെ ഈ മോച്ചൊക്കെ ഉണ്ടാക്കാനായിട്ടേ. അപ്പോൾ അത് മേടിക്കാൻ പോയപ്പോഴാണ് നമ്മുടെ ഇതേ ഗ്ലൂട്ടേനിയസ് റൈസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്ക് കണ്ട്. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മലേഷ്യക്കാരി ആൻറ്റി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തന്നായിരുന്നതാണ്. ഇത് മേടിച്ചിട്ടുണ്ട്. ഇത് പ്രിങ്ങോനും ഇഷ്ടമാണ്, ഗോൾഡയ്ക്ക് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. ഇഷ്ടത്തിൻ്റെ 3ാമത്തെ ദിവസമാണ് വിത്തൗട്ട് കാബ്സ്. അത് ഞാൻ പൊട്ടിക്കേണ്ടി വരും. പിള്ളേർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടും.
സോ ലെറ്റ്സ് മേക്ക് ഈസി ഡിന്നർ വിത്ത് ബീഫ്. ഇഞ്ചി വെളുത്തുള്ളി ഇന്ന് ഞാൻ കുറച്ച് അധികം ഇഞ്ചിയിലാണ് കേട്ടോ ഉണ്ടാക്കണേ. വെളുത്തുള്ളി കുറച്ചേ ഉള്ളൂ കണ്ട, അതിൽ 2 ചാടിയും പോയി. ഓക്കെ, ഇനി നമ്മുടെ സ്പ്രിങ് അണിയൻ മണ്ണുടക്കന് ഇടാട്ടാ, നല്ല വൈറ്റമിൻ അത്. ഞാൻ പറയാപ്പോൾ നിങ്ങൾ ചീഞ്ചി കിട്ടാ വേണ്ടട്ടെ, ഞാൻ വെറുതെ പറഞ്ഞാണ് ഇത് കഴുകണം. പിന്നെ നീ പറഞ്ഞ ചെയ്യാൻ ഞങ്ങളവിടെ പൊട്ട ഈ പണിയാക്കണൊക്കെ നിനക്ക് അങ്ങനെയൊക്കെ ഒരു വിചാരം ഉണ്ടോന്ന് അല്ലേ? ഐ നോ യു ഗൈസ് ആർ വെരി വെരി ഗുഡ് ഫെളസ്. എൻ്റെ ട്രൈപോഡുള്ള കാരണം എന്താ സുഖമായിട്ട് ഇങ്ങനെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് തിരിക്കാൻ, അല്ലെങ്കിൽ പണിയാണ്. പിന്നെ ഇവിടുത്തെ ഈ സോയിലും ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് നല്ല ഇതിന് വേണ്ടി മാത്രമുള്ള സോയിലുകളാണ് കേട്ടോ. എന്നിരുന്നാലും ഗുഡ് ടു വാഷ്, ടോക്സോപ്ലാസ്മോസിസ്, കുസ്മോസിസ് എല്ലാം ഉണ്ടാവും. ഗുണപ്പുഡ് വിത്ത് ദിസ്. പക്ഷെ റിമെമ്പർ വി ആർ ഗോയിങ് ടു കുക്ക് ഇറ്റ് ഫോർ മിനിമം 3 hours. 5-5:30 വരെ കുക്ക് ചെയ്യാനുള്ള കറിയാണിത്. എന്ത് ടോക്സ്മയാണെങ്കിലും അതിൽ ചത്തോളൂ കേട്ടോ, പേടിക്കണ്ട. അപ്പം ഞാൻ അതെല്ലാം കൂടെ അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. അരിയണത് ഞാൻ വീഡിയോ എടുത്തു എന്ന് വിചാരിച്ച് ഇല്ല, ഞാൻ കമർന്നു. ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമ്മുടെ കാസറോൾ പാത്രത്തിലേക്ക് ഇട്ടു. 2 കരയാമ്പൂ, കുറച്ച് സിനമൺ, ഒരു ലേശം ഫെനൽ, നമ്മുടെ പെരിഞ്ചീരകം. ദാറ്റ്സ് ഇനഫ്. ഓവർ പവർ ആക്കണ്ട കേട്ടോ, അത്രേ വേണ്ടു. ചൈനീസ് ഓൾ സ്പൈസിന് പകരം ഇട്ടതാ. ഞാൻ വാഷ് ചെയ്യാത്ത ബീഫ് വാഷ് ചെയ്യരുത് കേട്ടോ. നെവർ വാഷ്. Don't wash. Washing does nothing. You just think. Look at this beautiful beef actually. കുറച്ച് വലിയ പീസാക്കിയിട്ട് അരിയാ കേട്ടോ. ഞാൻ ഒരു പീസ് ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. ദെൻ യു ജസ്റ്റ് കറ്. സോ ഇത് കണ്ട, ഈ ഒരു സൈസ് കണ്ട, കത്തിയൊക്കെ മൂർച്ച കൂട്ടാറായി. ആഫ്രിക്ക പോയ സമയത്ത് ചെയ്തില്ല കണ്ട, ഈ ഒരു സൈസ് കണ്ട. ഇനി ഇതിൽ കുറച്ച് ചിക്കൻ സ്റ്റോക്ക്, അല്ലെങ്കിൽ മാഗി ക്യൂബ്, അല്ലെങ്കിൽ അജിനമോട്ട, കുറച്ച് ഉപ്പ്, സോയ സോസ് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓയിസ്റ്റർ സോസും ചേർക്കുന്നുണ്ട്. സോ ഗോ ഈസി വിത്ത് സോൾട്ട്. ഇനി കുറച്ച് എള്ളെണ്ണ, സം ഡാർക്ക് സോയ്. ഇനി നമ്മുടെ ഇന്നലത്തെ ചിക്കൻ സ്റ്റോക്കില്ലേ, ഒരു ലേശം, ഒരുപാട് വേണ്ട കേട്ടോ. ചിക്കൻ സ്റ്റോക്ക് മിക്സ് മിക്സ് മിക്സ്. ഞാനേ ഈ സോസ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മറ്റേ നമ്മുടെ പച്ചയ്ക്ക് അടിക്കാനാണ് തോന്നണേ കേട്ടോ. അത്രയും നല്ല ഫ്ലേവർ വരുന്നുണ്ട് ഇവിടെ. ആൻഡ് ബ്യൂട്ടിഫുൾ. ആൻഡ് കുക്ക് ദിസ് 150 ഡിഗ്രിയിൽ ഒരു 2.5 മണിക്കൂർ ടു 3 മണിക്കൂർ. 150 യു ക്യാൻ കീപ് 180. ഓവർനൈറ്റ് ഒരു 120 അല്ലെങ്കിൽ 110 ഡിഗ്രിയിൽ വെക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ നമുക്ക് നൈറ്റിൽ വെക്കാൻ സമയമില്ല. സോ ഐ മേ കീപ് ഇറ്റ് 160. ഔ ബി ഐഡിയൽ. ബ്യൂട്ടിഫുൾ. ഡൺ. ലവ് ലഞ്ച്. ഇന്നത്തെ എൻ്റെ ലഞ്ച് മുട്ട. ഈ പണ്ടാരക്കാലം മുട്ട പൊരിച്ച് കാണിച്ച് മറ്റേ വെറുപ്പിക്കുന്നല്ല നിങ്ങൾ പാല്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്ത് ഈസിയാണ് എന്ന്. അതാണ് ഞാൻ ഈ എന്നും കാണിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഒരു തവണ നിങ്ങളെ ഉച്ചയ്ക്ക് ലഞ്ചിന് മുട്ട കഴിച്ചാൽ മതി ഇട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവില്ല. ആക്ച്വലി മുട്ട കഴിച്ചാൽ മതി, വേറെ ഒന്നും കഴിക്കണ്ട, ചോറ് പോലും കഴിക്കണ്ട. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ പണിക്ക് പോണ ആൾക്കാർക്ക്, കോർപ്പറേറ്റ്സ്, മറ്റേ എന്താ പറയുക, വീട്ടിൽ ജോലി, കമ്പ്യൂട്ടർ ജോലി, അങ്ങനെയൊക്കെ ചെയ്യണവർക്ക്, ഇനിയിപ്പോൾ എന്തിനു പറയണോ, എന്ത് പണിക്ക് പോണവർക്കാണെങ്കിലും മുട്ട പുഴുങ്ങിയത് കൊണ്ടായാൽ മതി. ഈസിയാണ്. ഒരു സാധനം വേണ്ട വേറെ, അത്ര പൊളി സാധനമാണ് മുട്ട. ഉണ്ടാക്കാനുള്ള സമയം, പൈസ ലാഭം എല്ലാം. ഉള്ളി പോലെ അരിയണ്ട. എങ്ങനെയുണ്ട്? ഇപ്പോൾ നമ്മൾ ഡിന്നർ ഉണ്ടാക്കി നോക്കിയേ, ഡിന്നർ ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് സമയം മതി. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഇത് നമുക്ക് ഓവൻ ഇല്ല വെച്ചെങ്കിൽ ഇതേ ഒരു പോട്ട് എടുക്കുക, തീ ഫുള്ള് കുറയ്ക്കുക. ആദ്യത്തെ തവണ ചെക്ക് ചെയ്യേണ്ടി വരും. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഒരു പാത്രത്തിൽ ഇതേ സെയിം മിക്സ്ചർ ഇടുക, അവിടെ വയ്ക്കുക. രാവിലെ എണീക്കുമ്പോൾ കറി റെഡി. ഞാൻ നിങ്ങളുടെ ലൈഫ് ഒരുപാട് സിമ്പിൾ ആക്കുന്നുണ്ട് അല്ലേ? ഇങ്ങനെ ക്യാമറയോടുകൂടി വർത്തമാനം പറയുമ്പോൾ സമാധാനം കിട്ടണം എത്ര ആൾക്കാരുണ്ടാവില്ലേ? ഇപ്പോൾ നവഡേയ്സ് സോഷ്യൽ മീഡിയ, പണ്ട് നമുക്ക് റോട്ടിലിറങ്ങി പുറത്തിറങ്ങി നാട്ടുകാരോട് മുഴുവൻ കൊണയടിച്ച് എന്താ പറയുക, കണ്ണി കണ്ടതൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും സോഷ്യൽ മീഡിയയിലൂടെ, അതായത് ഒരു ഫോണിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുക, അത് വേറെ ആളുടെ അടുത്തേക്ക് എത്തും, അയാളത് കേൾക്കും, റെസ്പോണ്ട് ചെയ്യും. എക്സാമ്പിളിന് ഒരാളും വേറൊരാളും തമ്മിലുള്ള പ്രശ്നം അയാളോട് പറയാണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലല്ലേ പറയാ, കണ്ടിട്ടില്ലേ? നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് ചിലപ്പോൾ ഒരു പക്ഷേ അയാളോട് പറയണേക്കുപരി അത് സോഷ്യൽ മീഡിയയിൽ പറയുകയും, സോഷ്യൽ മീഡിയയിൽ ഇയാളുടെ ദേഷ്യം പറയുന്നതിലൂടെ അയാളത് കേൾക്കുകയും കാണുന്ന ആളുകൾ അത് ആനന്ദിക്കുകയും അതിലൂടെ ഈ പ്രശ്നം പറയുന്ന ആൾക്ക് കാശ് കിട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുക.
ഇപ്പം ഞാൻ ചെയ്യണമൊക്കെ അതല്ലേ. ഇപ്പോൾ ഒരാൾ എന്നോട് ഒരു കമൻറ്റ് ഇടുന്നു, ആ കമൻറ്റിന് ഒരു മറുപടി പറയുമ്പോൾ ആ മറുപടിക്ക് ഒരു കാശ് കിട്ടും. വാ തുറന്നാൽ കാശ് കിട്ടുന്ന രീതിയിലേക്ക് ലോകം മാറി എന്ന് ആലോചിക്കേ. ആരെങ്കിലും ചിന്തിച്ചാ ഒരു കുശുമ്പ് പറഞ്ഞാൽ, ഒരു കുന്നായ്മ പറഞ്ഞാൽ, നല്ലത് പറഞ്ഞാൽ, പക്ഷെ കാര്യണ്ടോ? ഇതിങ്ങനെ എല്ലാവരും ചെയ്ത് തുടങ്ങുമ്പോൾ ഇനി അതിന് അതുക്കും മേലെ ആയിരിക്കും നമ്മുടെ കാശ് വേണ്ടി വരിക. അതാണ് മാറ്റം. നീ എന്ത് തേങ്ങയാണോ ഈ പറയുന്നത് അല്ലേ? മുട്ട പൊരിച്ച് തിന്നണത് കാട്ടിയിട്ട് കാശുണ്ടാക്കുന്നില്ലേ ഞാൻ അല്ലേ? ഒരു കാലത്ത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ അങ്ങനത്തെ ഒരു കാര്യം? രസമല്ല. മുട്ട പൊരിച്ച് തിന്നിരുന്ന വീഡിയോയ്ക്ക് കാശ് കൂടുതൽ. ഈ മാതിരി ആഫ്രിക്കയിൽ പോയിട്ട് ലക്ഷങ്ങളിൽ ചിലവാക്കി ഹണ്ട് ചെയ്ത് വന്നതിന് കാശില്ല. ചേട്ടാ നമ്മുടെ കേക്ക് ഇരിക്കണു, അല്ലെങ്കിൽ അലുവ. എനിക്ക് വേണേ ഇത് ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്തിട്ട് സ്ലൈസ് ചെയ്തിരിക്കുക. അതാണ് ഇടയിൽ നമ്മുടെ പച്ചപ്പയറിൻ്റെ വേവിച്ച പരിപ്പില്ലേ, പച്ചപ്പയർ പരിപ്പ് വേവിച്ചിട്ട് സെൻറ്ററിൽ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഇവിടെ രണ്ട് സ്ഥലത്തും മോച്ചിയുടെ പോലെ തന്നെ റൈസ്. ഇതിവിടെ ന്യൂസിലാൻഡിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. സാധാരണ അവരുടെ പാക്ഡ് പറഞ്ഞല്ല, ഇവിടെ ആരോ ഇത് ഉണ്ടാക്കാൻ അറിയുന്ന ആൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ലെറ്റ്സ് ടേസ്റ്റ് ദിസ്. അപ്പോൾ ഞാൻ മൂന്നാമത്തെ ദിവസം കാപ്സ് കഴിക്കാൻ പോവുകയാണ്. മുല്ലപ്പൂവിൻ്റെ മണം. ആദ്യമായിട്ടൊരു ഡെസേർട്ടിന് മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടാവുന്നുണ്ടോ? വെറുതെ ഇപ്പോൾ കാണിച്ചാല ഇൻഗ്രീഡിയൻസ് വളരെ കണ്ണും കാണാൻ പറ്റണില്ല. മങ്മീൻ, ഗ്ലൂക്കോസ് റൈസ് ഫ്ലോർ, ജാസ്മിൻ എക്സ്ട്രാക്റ്റ്, ഷുഗർ, ബെസ്റ്റ് ബിഫോർ 35/2000 കൈകൊണ്ട് എഴുതിയിട്ടുള്ളത്. അതേ പറഞ്ഞ ന്യൂസിലാൻഡിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത്. കാരണം ഇങ്ങനത്തെ പാക്കുള്ള സാധനം നമുക്ക് ഒരു ഏഷ്യൻ കൺട്രീസിൽ നിന്ന് കുടിക്കി കൊണ്ടുവരാൻ പറ്റില്ല. നമുക്കാണ് ഈറ്റിനത് വൺ മോ. നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഫിലിപ്പീൻസുകാർക്കും ഇന്തോനേഷ്യക്കാർക്കും വിയറ്റ്നാമീസിനും ഒക്കെ ഇങ്ങനത്തെ ഡെസേർട്ട് ഉണ്ട് കേട്ടോ. വിയറ്റ്നാമീസിൻ്റെ ഊബേ കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ പവർ നാപ്പ്. then we see you after, I mean in the evening. Okay guys, if you guys are going to sleep, good night. Power nap is always good. മലരേ നിന്നെ കാണാതിരുന്നാൽ മികവേറിയ കനവെല്ലാം മായുന്ന പോലെ, നിന്നെ കാണാതെ ഇരുന്നാൽ എൻ്റെ സന്തോഷം എത്രയാന്ന് അറിയോടി. ഈ ജോലിക്ക് പോയ സ്ഥലത്ത് ടോയ്ലറ്റ് ഒന്നും ഇല്ലേ? ആ എന്താ നീ മറ്റേ കുട്ടികൾ സ്കൂളിൽ പോണ സമയത്ത് ടോയ്ലറ്റ് നല്ല അല്ലാത്ത കാരണം അപ്പുറം ഐ മീൻ മൂത്ര ഒഴിക്കാൻ പോകാത്ത പോലത്തെയാണോ നീ ഇരിക്കുന്നത്? ടോയ്ലറ്റിലാ? ട്രെയിൻ എന്താ പിടി കിട്ടാ പുള്ളിയെ? ഒരാൾ സ്കൂളിലിട്ട് വരുന്ന സമയം 5 മണി, മൈക്കിൾ ജാക്സന്റെ ത്രില്ലർ പ്രാക്ടീസ് ചെയ്തിട്ട് വരിക. കൈ നോക്കിയേ, നല്ല രസമല്ലേ കണ്ടാ? ഒരാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്പീഡിൽ ഓടിപ്പോണം. ഇപ്പം അതൊക്കെ ഓടിയാൽ മതി. ഞാൻ അവിടെ വല്ലയിടത്തും ഡോറൊക്കെ ഇടിച്ച് പൊളിച്ചിട്ട് എൻ്റെ കൂടെ കുട്ടികളെ കാണാനുള്ള കൊതി ഉണ്ടെന്നാണ് പറയണേ. പക്ഷെ പോക്ക് കണ്ടിട്ട് മൂത്ര വയ്ക്കാൻ മുട്ടിട്ട് ഓടണ പോലെ കേട്ടാ. ആവായു റെഡി റെഡി. ഓ ടീച്ചറോടൊക്കെ നല്ല ടാറ്റ പറയണ കേട്ടോ. അതൊക്കെ എന്താ സന്തോഷം. മൂക്കിനുള്ള ഡാഡനെ പോലെ പൊറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. ഗുഡ് ഗേൾ, ദാറ്റ്സ് മൈ ഡാഡാസ് ഗേൾ. ആ കുട്ടീനെ തട്ടിയിട്ടു. അമ്മ കുട്ടിയുടെ മോളിൽ കൂടെ ഉടുപ്പിട്ടിട്ട് ചാടി. വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ചാട്ടം കഴിഞ്ഞ് കുട്ടിയും വീണു. അല്ലെങ്കിൽ അത് വീഡിയോയിൽ കിട്ടിയിരുന്നു. കുട്ടി കരഞ്ഞാലെന്താ? കുട്ടി കരഞ്ഞാലെന്താ? വീഡിയോ കിട്ടില്ലായിരുന്നോ? സ്മോൾ വണ്ടാ. ഓ ജയ് ഹനുമാൻ. അല്ലെങ്കിൽ ഇപ്പൊ ആവശ്യത്തിനല്ല കരയണേ. ഞാൻ കാസറോളിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴെ കരച്ചിൽ കേട്ട്. നൈസ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബീഫ് ടേസ്റ്റ് നോക്കി സൂപ്പർ ആയിട്ടുണ്ട്. ഇതൊന്നും കഴിച്ചു കാണിച്ചോളെ ഗോളെ കടിച്ചു നോക്കി. നല്ല സോഫ്റ്റ് ആണോ നോക്കിയേ? നല്ല ചൂടുണ്ട് കേട്ടോ. അല്ല നീ ഇത് ടേസ്റ്റ് നോക്ക് പ്ലീസ്. ഞാൻ അത് ടേസ്റ്റ് ചെയ്യാനുള്ള എനിക്ക് വീഡിയോ എടുക്കാനുള്ള വെയിറ്റ് ചെയ്യേ. നിങ്ങളെന്നെ ഫുള്ള് മധുരം തന്നിട്ട് വേണം ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ. നല്ല കേക്ക് അടി അത്. ഇപ്പം എൻ്റെ ബേബീസിനും കൊടുക്കണം കേട്ടോ.
എൻ്റെ ഫേവറേറ്റ് POV. ഇതാ അമ്മ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഹലോ, നീയാണോ എൻ്റെ അമ്മ? അയ്യോ എവിടെയാളെ? ഇതാടെ ഇതൊക്കെ അതെങ്ങനെ കറക്റ്റ് മനസ്സിലായിട്ടുണ്ട്. ഇത് മദറിലെ സാധനം. സെൻറ്ററിലുള്ളത് പരിപ്പാട്ട. അയച്ചമ്മൂന് ഇന്നലെ കൊടുത്തു കഴിഞ്ഞാൽ ആ ബെഡിൽ ഇന്നലെ 3 ബുള്ളറ്റ് ഓടിച്ചേ. നല്ല അരവുണ്ട് ഇതിനൊക്കെ. ഇതൊന്നും ആരും പഠിപ്പിക്കണ്ട മധുരം നിന്നെ. ഞാൻ കൊടുക്കറ കൊച്ചിന്. നീ എന്ത് മറ്റിത്തേണ്ടി? നീ കടിച്ചാ? എന്നിട്ട് അതിനൊരു കടി കൊടുക്ക്. പരിപ്പ് എനിക്ക് തന്ന 2 ബുള്ളറ്റ് ഓടും. ഒരു എൻഫീൽഡും. വേണ്ട, ആൾ കൊടുത്തു. വയറിറച്ച് കഴിച്ചോ? പരിപ്പാണ് കേട്ടാ. അല്ല നീ കഴിച്ചോ. എനിക്കിപ്പോ മുല്ലപ്പൂവിന്റെ ടേസ്റ്റ് തോന്നില്ല നിങ്ങൾക്ക്? എനിക്ക് നല്ല മുല്ലപ്പൂവിന്റെ ടേസ്റ്റ് തോന്നുന്നു. ജാസ്മിൻ ഇല്ല, ജാസ്മിന്റെ ഫ്ലേവർ വന്നില്ല. ഞാൻ ചോദിക്കാൻ മറന്നു. ആ നല്ല ജാസ്മിൻ ഫ്ലേവർ ഉണ്ടായിരുന്നു. പണ്ടാണെന്നല്ല, ഞാൻ അതിന്റെ സ്റ്റിക്കറിന്റെ മുകളിൽ നോക്കിയപ്പോ അതിന്റെ മുകളിൽ ജാസ്മിൻ എഴുതിയിട്ടുണ്ട്. ഞാനും കൂടെ വരണം തിന്നേക്കാം അല്ലേ? ചെറിയ നിനക്ക് വേണോ? ഇതാടെ തിന്നാ. അതാണ് അരി. ഇതാടെ വണ്ടി ഓടിച്ചാലും കുഴപ്പമില്ല. അത് കഴിച്ചോ? ഗുഡ് ഗേൾ. നമ്മുടെ സ്റ്റ്യൂ റെഡി. നൈസ് കൺസിസ്റ്റൻസി. ഇനി ഇവിടെ ഒരു 1/4 മണിക്കൂർ നേരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂർ നേരം റെസ്റ്റ് ആവണം കേട്ടോ. അപ്പോഴാണ് എന്നിട്ടൊന്ന് ലൈറ്റ് ചൂടാക്കിയിട്ട് കഴിക്കുമ്പോഴാണ് രസം. നമുക്കിതിൽ 2 ഇൻഗ്രീഡിയൻറ്റും ഒരു ഗാർണിഷ് കൂടി ചേർക്കാണ്ട്. മീൻ ടൈം നമുക്ക് ഞാൻ ആ ബീഫ് തന്നെ കൈകൊണ്ട് ഉടച്ച് കഷ്ണാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് ബേബീസിൻ്റെ. കുറച്ച് അവക്കാഡോ, ബ്ലഡി ടു എക്സ്പെൻസീവ്. 2 അവക്കാഡോയ്ക്ക് അത് നന്നായി പഴുത്തത് കൊണ്ട് എനിക്ക് $6 കിട്ടിയത് കേട്ടോ. 2 അവക്കാഡോ. അതിൽ കുറച്ച് അവക്കാഡോ ആൻഡ് സം സവർ ക്രീം ആൻഡ് മൈ ഫേവറേറ്റ് POV. ഡിന്നർ ടൈം and on the farm and van at town. Iya ho. Blem blum blum blam bla bum bum bang. Bum 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 ba bum 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 ba bum bum bang bum bum bang bum bang bum bang bum 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 bang. Moo here and moo there. That is very very good eating. Very 2 3 4 ഉരുള തിന്നാൽ മതി ബീഫ് നമുക്ക് കേട്ടോ. That's very important. No 4 പോരാ. കയ്യടി പിന്നെ ഇടിക്കുക. ഇവിടെ എന്താ സമ്മാനങ്ങൾ കൊടുക്കണ്ട ആൾക്കാർക്ക്. സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് മറ്റേ പതാക ഉയർത്തുമ്പോഴൊക്കെ കൊട്ടണ പോലെ കുട്ടികള്. ബും ബും ബാ. അപ്പൊ പെട്ടെന്ന് തന്നെ വീടുകളിലേക്ക് പോവാം. റെഡി. മേഡം നെല്ലിപ്പല്ലൊക്കെ കാണുമ്പോൾ ഞാൻ തിന്നു. എനിക്കിത് എന്നെ തീറ്റിക്കണ്ട നീയെ. നോ ഏയ്റാ. ധൈര്യം തന്നെയാ എന്നെ നോക്കണേ. 1 വയസ്സായിട്ടില്ല ഈ നോട്ടം. 12 വയസ്സാകുമ്പോഴേക്കും 18 പവർഫുൾ നോട്ടായിരിക്കും. എന്നാ എന്നിട്ട് അവിടെ പോയേ വല്ല വീണ് പോയിട്ടുണ്ടാ? അതിന് സ്വർണ്ണം കൂടി ഇല്ലല്ലോ കുട്ടിയേ. എന്തേ വയ്യേ കുട്ടിക്ക്? അത് ഇന്നലെയല്ലേ, ഇന്ന് മാറിയില്ലേ? വെള്ളം. താങ്ക് യു ചേച്ചി. ക്യാൻ യു ബ്രിങ് സം വെള്ളം? ചുമ്മാ മൊത്തം കഴിച്ചിട്ടോ. അവിടെ എവിടെയും കളഞ്ഞിട്ടില്ല. എന്താ നല്ല വിശപ്പുണ്ട് ഇന്നലോട്ടിട്ടേ. കുട്ടിപ്പെട്ടിരിക്കണേ കുട്ടികളാന്ന് ഞാൻ നോക്കില്ലേ. ഞാൻ കൂന്ന് പറഞ്ഞ കുട്ടീന്ന് വിളിക്കാനല്ല, മനസ്സിലായ്യേ? നാട്ടുകാർ കാണുന്ന കാരണം ഞാൻ മിണ്ടാണ്ടിരിക്കുന്നേ. ഞാനൊരു ദോശയുടെ മാവ് ഒരു ഉഴുന്നും പരിപ്പും കൂടെ അരച്ചിട്ട് തരട്ടെ? നാളേക്ക് അരച്ച് കിട്ടുമല്ലേ? ഇല്ല, നാളെ അരയ്ക്കുന്നില്ല. അത് വേണ്ട. നാളെ ദോശയല്ല മതി. ഇനി മതിച്ചിങ്ങനെ അട തരില്ല കേട്ടാ. ഇതെന്താ സ്പൈക്ക് ഉണ്ട് ഇവിടെ? കരയാണോ? പിന്നെ അതാണ് ഇവൻ കരയാണോ ചിരിപ്പിക്കുകയാണോ അറിയാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഞാൻ. ശരിയാ. കൈ പിടിച്ചാനാണ്, കൈ മാറ്റി പിടിച്ചാനാണ്. അതപ്പോ
എന്ത് കുട്ടി കുഴക്കണ വെള്ളടിച്ച് നോക്കണ പോലെ നോക്കണത് ഇതിലുണ്ട്. എന്തിനു പോയി അവിടെ? ചേട്ടാ ഓൾമോസ്റ്റ് അതിൻ്റെ പകുതി കഴിച്ചു. അവക്കാഡോയും സവർ ക്രീമും മൊത്തം തന്നെ തീർത്തു. ഒരു 8 വായ ബീഫ് ഇവള് കഴിച്ചു. ഇവളൊരു 3 വായ ബീഫേ കഴിച്ചുള്ളൂ. പക്ഷേ ഇവള് കൂടുതൽ അവക്കാഡോ കഴിച്ചു. സോ ദാറ്റ്സ് ഇറ്റ്, ഡിന്നർ ഡൺ ഫോർ ദ കിഡ്സ്. ഇനി നമ്മൾ കഴിക്കുമ്പോൾ നമ്മളെ മേയാൻ വരും. അത് ഇവിടുന്ന് ഇറങ്ങി ഇപ്പം തന്നെ പരിപാടി കഴിഞ്ഞ അപ്പം ഇറങ്ങണം ഇവിടുന്ന്. ഇത്ര നേരം ഇവിടെ സമാധാനമായിട്ട് ഇരിക്കുന്നു കേട്ടോ. ഒരാളിവിടെ കിടന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഗോളിൻ്റെ പിന്നിൽ ഒളിച്ച് നിന്നിട്ടാ ഭക്ഷണം കഴിക്കുന്നത് ഡിന്നർ. മുട്ടയല്ലടി എൻ്റെ മുഖം കാണാൻ വീഡിയോയിൽ നല്ല രസം. എടാ നീ ഇപ്പം തന്നെ കറിയണേ, നീ അത് എടുത്തു വെച്ചോ. കുട്ടിയുടെ ആടരെ വീഡിയോ കണ്ടോ? അത് നിന്നെ ഇപ്പോൾ അവിടെ നിന്ന് കണ്ടതാ പുലിവല ഇത്. അപ്പോൾ നീ എൻ്റെ ബീഫ് കഴിക്കുന്നില്ലേ? നാളെ അവ ചിക്കൻ സ്റ്റോക്ക് അവിടെ കുറച്ചുണ്ട്, ചൂടാക്കി തരണ. നോക്ക് ഏറെ ചുമ്മാ നാറി നിന്നിട്ട് ഉറങ്ങുക. എല്ലാവർക്കും ഉറങ്ങാനുള്ള സമയമായി. ഞാൻ പോയി ഡിന്നർ കഴിച്ചിട്ട് വേഗം തവട്ടെ. ഗോൾഡ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് മുട്ട കഴിക്കണേ അല്ലേ ഗോൾഡേ? Our spring onion for garnish is ready. ഇനി ഇതിലേക്ക് ഒരു ലേശം ഓയിസ്റ്റർ സോസ്, ഒരു ചെറിയൊരു ഫിഷി ഫ്ലേവർ കിട്ടും. അധികം വേണ്ട കാരണം ഇതിൽ ആവശ്യത്തിന് ഇപ്പോൾ ഉപ്പുണ്ട്. ഇനി ഒരു ലേശം മധുരം കുറവില്ലേ, അതിന് പകരം ഞാൻ കുറച്ച് സ്വീറ്റ് ചില്ലി സോസ്. നമ്മളന്ന് കഴിഞ്ഞ ദിവസം ഒരു വിയറ്റ്നാമി സ്വീറ്റ് ചില്ലി സോസ് കൂടി, അപ്പോൾ കുറച്ച് എരിവ് ഉണ്ടാവും. സ്പ്രിങ് അണിയൻ ഇതൊക്കെ നല്ല ഈസി സംഭവമാണ് കേട്ടോ. നമുക്കിനി ഇത് വേണമെന്ന് വെച്ചെങ്കിൽ പോട്ടിലും സ്ലോ കുക്ക് ചെയ്തെടുക്കാം, ഇനി കുക്കറിലും വേവിച്ചെടുക്കാം. ഓവനിലാണെങ്കിൽ നമ്മൾ ഓവർനൈറ്റ് ഇത് നോക്കൊന്നും വേണ്ട, അങ്ങോട്ടൊരു 100-120 ഡിഗ്രിയിൽ ഇട്ട് കഴിഞ്ഞാൽ 8 മണിക്കൂറാകുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ടെൻഡറായിട്ട് കിട്ടുന്നു മാത്രം. അത്രയേ ഉള്ളൂ കേട്ടോ. ദിസ് ഈസ് ഡൺ. സം നൂഡിൽ ഫോർ പ്രിങ്ങപ്പൻ, സം ഒലിവ് ഓയിൽ ആൻഡ് നൂഡിൽ. എപ്പോഴും നമ്മൾ ഫ്രൈഡ് നൂഡിൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ സാധനം നന്നായിട്ട് ഒരു സൈഡ് കരിയണം കുറച്ച്. ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ഇങ്ങനത്തെ പാനിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ പരത്തിയിടുന്നതാണ് നല്ലത്, കാരണം നമ്മൾക്ക് തീ കുറവാണല്ലോ. ആൻഡ് ഇറ്റ് ബിക്കം റബ്ബറി, കുറച്ച് റബ്ബറി. oyster sauce, spring onion, leftover. Spring onion always good. They don't put onion in rice or noodle. Wow, nice and beautiful. നമ്മുടെ പുക പോകണം കണ്ട, എന്താ അടിപൊളിയായിട്ടാണ് നോക്കി കണ്ട. ആ ഒരു ഡബ്രി കൺസിസ്റ്റൻസി. You need to get the dabri for the fried rice also. And look our beef stew. Kanda. Okay, so my dinner is beef stew and avocado. That and avocado kuttiyal kodutha baakiyundu. That's for you tomorrow lunch. That's my portion and my avocado. Innu ഞാൻ ഡിന്നർ കഴിക്കാൻ alone ആണ് കേട്ടോ, ആരുമില്ല എൻ്റെ കൂടെ. I am home lonely. Oh Mr. Lonely, I have nobody. So my lonely. ഞാൻ ലോൺലി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരിക്കും ഭക്ഷണം കഴിക്കാൻ നേരത്ത് മണടിച്ച് കാണുമായിരിക്കും മിക്കവാറും. ഇങ്ങോട്ട് വന്നേ കാല് വിട്ട് ഞാൻ. വെരി ടെൻഡർ. നമ്മുടെ ബീഫിൻ്റെ നെക്ക് പീസ് കണ്ടിട്ട് ഞാൻ മേടിച്ച് ചക്ക് സ്റ്റേക്ക് ബ്യൂട്ടിഫുൾ. But that's it for the day, guys. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയും ഒരുപാട് ഇന്ന് ബൈ പറയാടി കൊള്ളേ. You know when Asma was coming to me, she was like this. How was the training today? Training good. Triceps ഞാൻ ഇത് 10 വെച്ച് നോക്കി. ഐഷ 10 ചെയ്തു കുറച്ച്. Yeah, that's good. Okay, guys. അപ്പോൾ ചെയ്യാൻ പോവാണ് അല്ലേ? ഓക്കെ, അപ്പൊ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാൻ. അതുവരെയും ബൈ ഫോർ നോ, ബൈ ബൈ പൂപ്പാ. ഇന്നലെ ഇവളായിരുന്നു ആക്കിയെന്ന്. എന്തൊരു പ്രത്യേക സന്തോഷമല്ലേ. ഞാനും അതെ, ഞാൻ എപ്പോഴും അസ്മേനെ നോക്കാന്ന് പറയുമ്പോ
കഴിഞ്ഞു. This is backstage now. Backstage. Mama's dancing. Dada's here.